അഭിലാഷ് കൂടിയുണ്ട്. അഭിലാഷ്, ഇപ്പോൾ ഷിംജിത പുറത്തേക്കിറങ്ങുമ്പോൾ ജാമ്യ ഉപാധികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? കോടതി ജാമ്യം നൽകുമ്പോൾ ജാമ്യം ആർക്കും ലഭിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ജാമ്യം നൽകുമ്പോൾ കോടതി പറഞ്ഞ പരാമർശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ കേസുമായി ബന്ധപ്പെട്ട് ഷിംജിത ഇപ്പോൾ 22 ദിവസമായി ജയിലിൽ കഴിയുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രതിഭാഗം പറഞ്ഞത് 21 ദിവസം ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ട് എന്നുള്ള കാര്യമാണ് അവർ പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് ഷിംജിത ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിക്കാൻ ഒരു തീരുമാനത്തിൽ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വശവും കോടതി പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കർശന ഉപാധികളോട് കൂടിയായിരിക്കും ജാമ്യം നൽകുക എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. അതോടൊപ്പം തന്നെ പ്രതിഭാഗം പറഞ്ഞത് കോടതി നിർദ്ദേശിക്കുന്ന എന്ത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു ഷിംജിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജാമ്യം നൽകുമ്പോൾ തീർച്ചയായിട്ടും കർശന ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ഫോണും അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങളും ഒക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുവരെ ജാമ്യത്തിൽ വിടരുത് എന്നൊരു ആവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ കോടതി അത് മുഖ്യത്തിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 20 ദിവസം കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ജാമ്യം നൽകാൻ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നേരത്തെ കുന്ദമംഗലം സെഷൻസ് കോടതി ജാമ്യം നൽകാൻ തയ്യാറായിരുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിൽ വിമർശനം ഉയർന്ന ഒരു ഘട്ടത്തിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമായിരുന്നു കോടതിയുടെ ഭാഗത്തുണ്ടായത്. അന്ന് അതിനുശേഷം കസ്റ്റഡിയിൽ വിടാനും കോടതി തയ്യാറായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷ വരുന്നത്. അവിടെയാണ് ഇപ്പോൾ ജാമ്യം നൽകാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഏതായാലും ഉപാധികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ അല്പസമയങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് വ്യക്തത വരികയുള്ളൂ. ശരി, ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജാമ്യം ലഭിച്ച ഷിംജിത പുറത്തിറങ്ങും. 20 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്.